അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഓൾറെഡി നമ്മൾ ഇപ്പോൾ +2-ലും BCom സെക്കൻഡ് സെമിസ്റ്ററിലൊക്കെ കണ്ടതാണ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്കറിയാം, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഒന്നും കൂടി കമ്പനീനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പറയുമ്പോൾ അപ്പോൾ കമ്പനി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനി എന്താണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാലത്ത് ഉറക്കം എഴുന്നേൽക്കുന്നത് തൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പേസ്റ്റ്, ബ്രഷ്, അതൊക്കെ പലതും പല കമ്പനീൻ്റെയും പല ബ്രാൻഡിൻ്റെയും പേരിലുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുമ്പോൾ നമുക്കറിയാം പല നമുക്ക് പരിചയമുള്ള ബ്രാൻഡുകളാണ് ഇതിൽ. യൂണിലിവർ, കോൾഗേറ്റ്, വോഡാഫോൺ, അതുപോലെ സോണി, ഫോർഡ്, അങ്ങനെ പല തരത്തിലുള്ള കമ്പനികൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കമ്പനി എന്നതിൻ്റെ എക്സാമ്പിൾസിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്കതിൻ്റെ മീനിങ് നോക്കാം. അപ്പം കമ്പനി എന്നുള്ളൊരു ആ ഒരു വേർഡ് ഉണ്ടല്ലോ, ഡിറൈവ് ചെയ്തേക്കുന്നത് ലാറ്റിൻ വേർഡ്സ് ആയ കോം ആൻഡ് പനി എന്ന് പറഞ്ഞിട്ടുള്ള 2 വേർഡ്സിൽ നിന്നാണ്. കോം എന്ന് പറഞ്ഞാൽ ടുഗെദർ എന്നുള്ളൊരു മീനിങ്ങും പനി മീൻസ് ബ്രെഡാണ്. അപ്പം ദ വേർഡ് കമ്പനി ഈസ് ഡിറൈവഡ് ഫ്രം 2 ലാറ്റിൻ വേർഡ്സ്, നെയിംലി കോം ആൻഡ് പനി. കോം മീൻസ് ടുഗെദർ, പനി മീൻസ് ബ്രെഡ്. അപ്പം കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ആയാലും നമ്മൾ യൂസ് ചെയ്യും, നമ്മൾ പറയാറുണ്ട് ഞാൻ ഇന്നയാളായിട്ട് നല്ല കമ്പനിയാണ്, ഇതെൻ്റെ കമ്പനിക്കാരാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അതെന്താ, അതൊരു കൂട്ടാണ്, എല്ലാവരും ഒന്നിച്ച് ചേരുന്നു എന്നുള്ളത് ഒരു മീനിങ് തന്നെയാണ് അവിടെയും വരണത്. അപ്പോൾ ഇവിടെയും നമ്മളുടെ കൊമേഴ്സിലേക്ക് കിടക്കുമ്പോഴും ആ ഒരു മീനിങ് തന്നെയാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളുടെ അസോസിയേഷനാണ്, അവർ ഒന്നിച്ച് ചേർന്നിട്ട് പ്രവർത്തിക്കുന്നത് തന്നെയാണ്. അപ്പോൾ കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഹൂ കം ടുഗെദർ ഫോർ എ കോമൺ പേർപ്പസ്. അപ്പോൾ നമ്മൾക്ക് പൊതുവായിട്ടുള്ളൊരു ലക്ഷ്യം ഉണ്ടാവും, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുന്നത്. അതിനെയാണ് കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. നമ്മളുടെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനീനെ നമ്മൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 20 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനീൻ്റെ ആക്ട് പ്രകാരം നമ്മൾ ഡിഫൈൻ ചെയ്തേക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ, അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 2 സബ്സെക്ഷൻ 20 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, company means a company incorporated under this act or any previous company law. അപ്പം കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ 2013 കമ്പനീസ് ആക്ട് പ്രകാരം നിലവിൽ വന്നതാവും, അല്ലെങ്കിൽ അതിനു മുമ്പ് ലോസും കാര്യങ്ങളുണ്ട്, വല്ല കമ്പനീസ് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അത് പ്രകാരം നിലവിൽ വന്നതാവും. അപ്പോൾ ഒന്നുകിൽ നമ്മളുടെ 2013 കമ്പനീസ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് വരുന്ന ഏതെങ്കിലും കമ്പനീസ് ലോ പ്രകാരമോ നിലവിൽ വന്നിട്ടുള്ളതാണ് എന്ത്, ഈ കമ്പനി. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു ഡെഫിനിഷനിൽ പറയണത്. ഇനി നെക്സ്റ്റ് LH ഹാനേൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, അതിലൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡിഫൈൻ കമ്പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഡെഫിനിഷൻ കറക്റ്റായിട്ട് അക്കോർഡിംഗ് ടു പറഞ്ഞിട്ട് കൊടുത്ത് എഴുതിയാലാണ് ശരിക്കും കറക്റ്റ് ആൻസറിന് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ LH ഹാനേൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. A company is an incorporated association which is an artificial person created by law having a separate entity with a perpetual succession and a common seal. അപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയനിൽ കമ്പനി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയണത് അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്, യഥാർത്ഥത്തിൽ അതൊരു പേഴ്സൺ അല്ല, നമ്മളെപ്പോലുള്ള ഒരാളല്ല, പക്ഷെ നമ്മളത് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ കാലമാണല്ലോ, നമുക്കറിയാലോ. അപ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തേക്കണതാണല്ലോ, അത് അതിന് ജീവനും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ നമ്മൾ നിയമപരമായിട്ട് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കമ്പനി. അതായത് കമ്പനിക്ക് സ്വന്തമായിട്ട് പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കമ്പനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റിയും കാര്യങ്ങളും ഉണ്ടാവും. നമ്മളെപ്പോലെ തന്നെ ഒരു ഐഡൻറ്റിറ്റി ഉള്ള ഒരാളാണ് ഒരു കമ്പനി. പക്ഷെ കമ്പനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനും തൊടാനും കാണാനും പറ്റില്ല മാത്രം. പക്ഷെ കമ്പനീൻ്റെ പേരിൽ നമുക്ക് ലോൺ എടുക്കാം, കമ്പനീൻ്റെ പേരിൽ നമുക്ക് കേസ് കൊടുക്കാം, കമ്പനിക്ക് വേറൊരാൾക്കെതിരെ കേസ് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പനിക്ക് ഉണ്ട്.
പിന്നെ മാത്രമല്ല കമ്പനീനെ സംബന്ധിച്ചിടത്തോളം കമ്പനീൻ്റെ ലൈഫ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോകുന്നതാണ് പറയുക. അതായത് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ്റെ കമ്പനിയിൽ മറ്റു മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അവരുടെ ഡെത്തോ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ കമ്പനീനെ അത് ബാധിക്കില്ല. കമ്പനീൻ്റെ ലൈഫ് ഇങ്ങനെ തുടർന്നേ പോകും. അതാണ് ഈ ഒരു പെർപെച്വൽ സക്സഷൻ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല കമ്പനിക്ക് ഒരു കോമൺ ആയിട്ടുള്ള സീലും ഉണ്ടാവും. അപ്പം അതാണ് പറയണത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ പ്രകാരം കമ്പനി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലി ലോ പ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു പേഴ്സണാണ്. മാത്രമല്ല കമ്പനിക്ക് സെപ്പറേറ്റ് എൻറ്റിറ്റിയും അതുപോലെ പെർപെച്വൽ സക്സഷനും അതുപോലെ കോമൺ സീലും ഉണ്ടാവും. അതാണ് ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്നത്. അങ്ങനെ 2 ഡെഫിനിഷനാണ് നമുക്ക് കമ്പനീൻ്റെ കാണാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പം നമ്മൾ പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെയാണ് കീറി മുറിച്ച് ഓരോ പോയിന്റ് ആക്കി നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കൊടുത്തേക്കണത്. അപ്പം അത് ഓരോന്നായിട്ട് പറയുമ്പോൾ നമുക്കൊന്നും കൂടി അത് ക്ലിയർ ആവും കമ്പനി എന്താണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ, ദെൻ സെക്കൻഡ് വൺ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, തേർഡ് വൺ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, then perpetual succession, common seal, limited liability, number of members, transferability of shares. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം നമുക്ക് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, ഓൾറെഡി പറഞ്ഞ കാര്യമാണിത്, നിയമപ്രകാരം ആണ് അത് നിലവിൽ വരേണ്ടത്. അപ്പോൾ ഒരു കമ്പനീൻ്റെ ആക്ട് പ്രകാരമായിരിക്കണം അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. അപ്പം അതിന് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു കമ്പനി ആണെങ്കിൽ നമുക്ക് അതിന് നിലനിൽപ്പില്ല, എക്സിസ്റ്റൻസ് ഇല്ല എന്നാണ് പറയുക. അപ്പോൾ കമ്പനി മെയിനായിട്ട് ആ ഒരു ലോ പ്രകാരം, കമ്പനീസ് ആക്ട് പ്രകാരം നിലവിൽ വന്നതായിരിക്കണം. അപ്പം കമ്പനി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ത്രൂ ദ ഓപ്പറേഷൻ ഓഫ് ലോ. Therefore, its incorporation under the Companies Act is must. Without such registration, no company can come into existence. നെക്സ്റ്റ് പോയിന്റിൽ പറയണത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അപ്പോൾ ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, പ്രത്യേകമായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഇപ്പോൾ നമ്മളെ കമ്പനിയിൽ നമ്മളുടെ ക്യാപിറ്റൽ എന്താ, ഷെയർസാണ്. നമ്മളുടെ ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്തിട്ട് ഷെയർസാണ്. അപ്പോൾ ഷെയർസ് നമ്മളുടെ കൈവശം വെച്ചിരിക്കുന്നവരാരാണ്, ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പം അഥവാ അവർക്ക് ഷെയർ വിൽക്കാം ഒക്കെ തോന്നാം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കമ്പനീൻ്റെ ഓണേഴ്സ് മാറും. നമുക്കറിയാം നമ്മുടെ ഷെയർ ഹോൾഡേഴ്സാണ് നമ്മുടെ ഓണേഴ്സ്. അപ്പം അവർ വിറ്റ് പോകുമ്പോൾ എന്താണ്, കമ്പനീൻ്റെ ഓണേഴ്സ് മാറും. എന്ന് വെച്ചാൽ കമ്പനിക്ക് എന്തെങ്കിലും പറ്റുമോ, ഇല്ല. അതാണ് ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയിൽ പറയണത്. അപ്പം അവിടുത്തെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്താലും ഇപ്പം അവിടുത്തെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും തന്നെ കമ്പനിക്കൊന്നും പറ്റില്ല. കമ്പനിക്ക് കമ്പനീൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റിയും എൻറ്റിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ആരെങ്കിലുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനും പറ്റും. അതുപോലെ തന്നെ ആർക്കെങ്കിലും എതിരെ കേസ് കൊടുക്കണമെങ്കിൽ അതിനും പറ്റും. കമ്പനിക്കെതിരെയും ആർക്കെങ്കിലും കേസ് കൊടുക്കാം. കാരണം കമ്പനീൻ്റെ നെയിമിലാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. അപ്പം കമ്പനിക്ക് അതിൻ്റേതായിട്ടുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എ കമ്പനി ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി വിച്ച് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ചേഞ്ചസ് ഇൻ ദ ഓണർഷിപ്പ്. Therefore, being a separate entity, a company can contract, sue and be sued in its corporate name and capacity. ഇനി തേർഡ് പോയിന്റിൽ പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നുള്ള പോയിന്റാണ്. അപ്പോൾ ആ പോയിന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, കമ്പനി എന്ന് പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. നമ്മൾ നിയമപ്രകാരമായിട്ട് ലോ പരമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. അപ്പോൾ അതുതന്നെയാണ് ഈ ഒരു പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ആൻഡ് ജൂറിസ്റ്റിക് പേഴ്സൺ ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി. അതായത് കമ്പനി നമ്മൾ പറഞ്ഞു, നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ഷെയർ ഹോൾഡർക്ക് ഒരു ലയബിലിറ്റി ഉണ്ടല്ലോ, ബാധ്യതയുണ്ടല്ലോ. ഇൻ കേസ് കമ്പനി എന്തെങ്കിലും ഒരു ക്രൈസിസിൽ അകപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊടുത്തു തീർക്കേണ്ട ബാധ്യത ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. പക്ഷേ ഈ ഒരു കമ്പനീൻ്റെ കേസിലാവുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഷെയർ ഹോൾഡേഴ്സ് ഇപ്പോൾ ഓരോ ഷെയർ വാങ്ങിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒരാളൊരു 100 രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി ആ 100 രൂപയാണ്. പിന്നെ ഇപ്പം അഥവാ ആള് ഒരു 100 രൂപയ്ക്ക് ഷെയർ വാങ്ങിച്ചു, അതിലൊരു 40 രൂപ ആൾ കൊടുത്തിട്ടുള്ളൂ. ഇനി ബാക്കി ഒരു 60 രൂപ ഇനി കൊടുക്കാനുണ്ട്. അപ്പം 40 രൂപ കൊടുത്തു കഴിഞ്ഞ ഒരു സിറ്റുവേഷനിലാണ് കമ്പനി ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി എത്രയാ, ഈ ബാക്കി വരുന്ന 60 ഉണ്ടല്ലോ നമ്മളിനി കൊടുത്ത് വീട്ടാനുള്ളത്, ആ ഒരു 60 മാത്രമേ അദ്ദേഹത്തിന് ലയബിലിറ്റി ഉള്ളൂ.
അല്ലാതെ അതിൽ കൂടുതൽ എമൗണ്ട് ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ നമ്മളുടെ സോൾ പ്രൊപ്രൈറ്ററിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര എമൗണ്ട് വരുമോ, എത്ര കടം വരുമോ, അതൊക്കെ ഇവർ തന്നെ കൊടുത്തു വിട്ടണം. എന്നാൽ കമ്പനീൻ്റെ കാര്യത്തിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അവരെത്ര ഷെയറിൻ്റെ വാല്യൂ കൊടുത്തു വിട്ടാനുണ്ട്, അതായത് അൺപെയ്ഡ് ആയിട്ട് കിടക്കണ വാല്യൂ എത്രയാണ്, ആ വാല്യൂമ മാത്രമേ ഉള്ളൂ അവർക്ക് ലയബിലിറ്റി വരുന്നുള്ളൂ. ഇപ്പം അഥവാ അവർ ഫുള്ളി പെയ്ഡാണ്, ഷെയർ ഫുള്ളി പേ ചെയ്തിട്ടുണ്ട്, ആ 100 രൂപയ്ക്ക് വാങ്ങിച്ച് 100 രൂപയും കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് വേറെ ലയബിലിറ്റി ഒന്നും വരുന്നില്ല. അപ്പം എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ തന്നെ ബാക്കി കൊടുത്തു വിട്ടേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക്. Every shareholders of a company has limited liability. His liability is limited to the extent of the unpaid value of the shares held by him. If such shares are fully paid up, he is subject to no further liability. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് പെർപെച്വൽ എക്സിസ്റ്റൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, അതായത് നമ്മളുടെ കമ്പനീൻ്റെ മെമ്പേഴ്സിൻ്റെ ഡെത്തോ റിട്ടയർമെൻറ്റോ ഇൻസോൾവൻസിയോ എന്ത് വേണമെങ്കിലും വരാം. ഒരാൾ മരിക്കാം, അല്ലെങ്കിൽ റിട്ടയർ ആയി പോവാം, ഇൻസോൾവെൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കാം, എന്ത് വേണമെങ്കിലും വരാം ഒരു മെമ്പർക്ക്. അപ്പോൾ അതൊന്നും നമ്മളുടെ കമ്പനീൻ്റെ നിലനിൽപ്പിനെ ബാധിക്കില്ല. അപ്പോൾ നമ്മളുടെ ഒരു മെമ്പറിൻ്റെ ലൈഫ് കമ്പനീൻ്റെ ലൈഫിനെ ബാധിക്കണില്ല എന്നാണ് പറയണത്. അപ്പോൾ അത് കാരണം തന്നെ കമ്പനീൻ്റെ ലൈഫ് ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അതിനൊരു എൻഡ് ഇല്ല എന്നാണ് പറയണത്. പക്ഷെ ഉണ്ട് അൺടിൽ എപ്പോൾ നമ്മൾ ഈ കമ്പനി പ്രോപ്പർലി നമ്മൾ നിയമപ്രകാരം തന്നെ കമ്പനീസ് ആക്ട് പ്രകാരം തന്നെ വൈൻഡിങ് അപ്പ് ചെയ്യണത് വരെ അതിന് ലൈഫുണ്ട്. അത് സംഭവിക്കാം, ഭാവിയിൽ ചിലപ്പോൾ സംഭവിക്കാം, അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാം. സംഭവിച്ചാൽ മാത്രമേ അതിനൊരു എൻഡ് ഉള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ദ എക്സിസ്റ്റൻസ് ഓഫ് കമ്പനി ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ദ ഡെത്ത്, റിട്ടയർമെൻറ്റ് ആൻഡ് ഇൻസോൾവൻസി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. That is, the life of a company remain unaffected by the life and the tenure of its members in the company. The life of a company is infinite until it is properly wound up as per the Companies Act. Then in the next point, common seal. കോമൺ സീൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മളുടെ കമ്പനി ഒരു നാച്ചുറൽ പേഴ്സൺ അല്ല, അതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാനും തൊടാനും ജീവനുള്ളതായിരിക്കണം. പക്ഷേ കമ്പനി അങ്ങനെയല്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുക, നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിലൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ സിഗ്നേച്ചറിനാണ് വാലിഡിറ്റി. നമ്മൾ സിഗ്നേച്ചർ ഇട്ടതിനനുസരിച്ചിട്ടാണ് ലീഗലി വാലിഡ് ഉള്ളൂ. അപ്പോൾ കമ്പനീൻ്റെ കേസിൽ കമ്പനിക്ക് സിഗ്നേച്ചർ ഉണ്ടോ? കമ്പനിക്ക് സിഗ്നേച്ചർ ഇടാൻ പറ്റില്ലല്ലോ, കാരണം ആൾക്ക് ഫിസിക്കൽ അസിസ്റ്റൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ കമ്പനി ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിൽ എന്താണ് യൂസ് ചെയ്യുക? ഒരു കമ്പനിക്കായിട്ട് ഒഫീഷ്യൽ ഒരു സിഗ്നേച്ചർ ഉണ്ട്, അതാണ് ഈ ഒരു സീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ കോമൺ സീല്. അപ്പം അതിലൂടെയാണ് കമ്പനി എന്ത് ചെയ്യണത്? ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യണത്. ദ കമ്പനി ഈസ് നോട്ട് എ നാച്ചുറൽ പേഴ്സൺ ആൻഡ് ഹാസ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. ഹെൻസ് it cannot put its signature. Thus, the common seal acts as an official signature of company that validates the official documents. Okay. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് മാനേജ്മെൻറ്റ് ആൻഡ് ഓണർഷിപ്പ്. കമ്പനി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കമ്പനീൻ്റെ ഓണേഴ്സ് നമ്മൾ പറഞ്ഞു ഷെയർ ഹോൾഡേഴ്സ് ആണെന്ന്. പക്ഷെ ഒരു കമ്പനിക്ക് ചിലപ്പോൾ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ചെറിയ ചെറിയ ഷെയർസ് ആയിട്ടാണല്ലോ അവർ ഇഷ്യൂ ചെയ്യണത്. അപ്പോൾ കുറേ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അപ്പം എല്ലാവരും കൂടിയിട്ട് ഈ കമ്പനീൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താമെന്ന് പറഞ്ഞാൽ അതത്ര പോസിബിൾ അല്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ചില മെമ്പേഴ്സിനെ എന്താക്കി മാറ്റും? റെപ്രസെൻറ്റേറ്റീവായിട്ട് എലക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെയുള്ളവരെയാണ് എന്തെന്ന് പറയണത്? ഡയറക്ടേഴ്സ് എന്ന് പറയണത്. അപ്പോൾ ആ ഒരു ഡയറക്ടേഴ്സാണ് നമ്മളുടെ കമ്പനീൻ്റെ കാര്യങ്ങളും മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക. അപ്പോൾ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഈ മാനേജ്മെൻറ്റ് എന്ന് പറയണതും ഓണർഷിപ്പ് എന്ന് പറയണതും ഡിഫറെൻ്റ് ആണ്. ഓക്കെ. A company is not managed by all members but by their elected representatives called directors. Thus, management and ownership are different. Okay. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. കമ്പനീൻ്റെ ഷെയർ നമുക്ക് ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട് നമ്മുടെ പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിൽ. പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിൽ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ അവരുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രകാരമായിരിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് ഷെയർസൊക്കെ ആർക്ക് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഫ്രീഡമൊക്കെ ഉണ്ട്. അപ്പോൾ ഷെയർസ് ഓഫ് കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനീസ്
ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓഫ് ദി പ്രൈവറ്റ് കമ്പനി ഈസ് റെഗുലേറ്റഡ് ബൈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മൾ ഓൾറെഡി ഇത് കണ്ടിട്ടുള്ള കാര്യമാണ്, അതിപ്പോൾ വീണ്ടും പറയുന്നില്ല. അപ്പോൾ അത്രയും ആണ് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപെച്വൽ സക്സഷൻ, കോമൺ സീൽ, ലിമിറ്റഡ് ലയബിലിറ്റി, നമ്പർ ഓഫ് മെമ്പേഴ്സ്, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കമ്പനിയാണ് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള ടോപ്പിക്കായിട്ട് വരുന്നത്.